ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത് രക്ഷകനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നമ്മെ രക്ഷിക്കാനായി ഈ ഭൂമിയിൽ ശക്തനായ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു വന്നത്. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ, മറ്റുള്ളവരുടെ തെറ്റായ വാക്കുകളിൽ നിന്ന്, അവരുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ ഇന്ന് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നമ്മെ അവൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന് നമ്മോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. മകനെ, മകളെ, എന്നിലേക്ക് തിരിയുക. ഞാനാണ് നിന്റെ രക്ഷകൻ. ആരൊക്കെ നിന്നെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയാലും, ആരൊക്കെ നിന്റെ സ്വഭാവത്തിന് നേരെ വിപരീതമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തി നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നീ പതറരുത്. ആരുടെയും നാവിൻ്റെ തുമ്പിലല്ല നിന്റെ ജീവൻ. നിന്നെ സംരക്ഷിക്കുന്നവനും നിന്നെ വഴി നടത്തുന്നവനുമായ കർത്താവ് ഞാനാണ്. നിനക്ക് ജീവൻ നൽകിയ ദൈവം ഞാനാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളെ, നിസ്സഹായതയെ, നാം കേട്ടിരിക്കുന്ന തെറ്റായ വാക്കുകളെ, നമ്മെ ചുറ്റി വളയുന്ന ശത്രുക്കളെ, അവരുടെ എല്ലാം തന്ത്രങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് കഴുകൻ്റെ ചിറകുകൾ പോലെ അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്നു, നമുക്ക് ശക്തി നൽകുന്നു, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള വേഗത നൽകുന്നു. അവിടുന്ന് നമുക്കാവശ്യമായ സ്നേഹം നൽകുന്നു. ശക്തമായ ദൈവ സാന്നിധ്യത്തിൽ ആണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. ഇന്നത്തെ ദിവസം കർത്താവെ, സകല അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും, കുതന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായി ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം ഒരു നിമിഷം മൗനമായിരിക്കുക. കർത്താവിന് ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത് കേൾക്കാൻ നമ്മുടെ ഹൃദയം തുറക്കുക, കാതുകളെ തുറക്കുക. കർത്താവുമായി ഒരു വ്യക്തിഗത ബന്ധം സ്ഥാപിക്കാൻ നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മോട് ഒരു വ്യക്തിഗത ബന്ധം സ്ഥാപിക്കാൻ കർത്താവായ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. അതിനാലാണ് അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, ഇന്ന് നാം നേരിടുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കാം. ഇന്ന് നമുക്ക് ചെയ്തു തീർക്കേണ്ടതായ, കൊടുത്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ, സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ വേദനകളെ അറിയുന്നു, തിരിച്ചറിയുന്നു. അവിടുന്ന് സകല അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, നമ്മെ അടിമകളാക്കിയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് കർത്താവ് ഇന്ന് നമ്മെ രക്ഷിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്.
നിങ്ങൾ എനിക്ക് പുരോഹിത രാജാവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഒരു പുരോഹിത ഗണവും വിശുദ്ധ ജനവുമാക്കി ഞങ്ങളെ തിരഞ്ഞെടുത്ത് നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനെ ഓർത്ത്, നീ ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയോടൊരു വ്യക്തിഗത ബന്ധത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതോടൊപ്പം നീ ഞങ്ങളുമായൊരു ബന്ധം സ്ഥാപിക്കുവാൻ പിതാവായ ദൈവമേ നീ ആഗ്രഹിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അതിനാലാണല്ലോ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കു വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി, ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി നീ ബലിയായി അർപ്പിച്ചത്. കർത്താവേ, ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ ഒന്നുമല്ല. എന്നാലും നീ ഞങ്ങളുമായൊരു ബന്ധം സ്ഥാപിക്കാൻ സർവശക്തനായ പിതാവേ അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് നീ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഈ ഭൂമി മുഴുവനും അങ്ങയുടേതാണ് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ജീവിക്കാൻ ധൈര്യം നൽകുന്നു. എന്തെന്നാൽ ഈ ഭൂമി അവിടുന്നാണ് നിയന്ത്രിക്കുന്നവൻ, അവിടുന്നാണ് ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ്. കർത്താവെ, ഇന്ന് സ്വന്തമായി കിടപ്പാടമില്ലാത്ത, സ്വന്തമായി ഒരല്പം പോലും ഭൂമി അവകാശമായി ഇല്ലാത്ത ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റുള്ളവരുടെ പീഡനങ്ങളാൽ സ്വന്തം ഭൂമി ഉള്ളതും കൂടി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തമായുള്ളതെല്ലാം മറ്റുള്ളവർ നശിപ്പിച്ചു കളഞ്ഞതിൻ്റെ വേദനയിലും ഭാരത്തിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഭൂമി മുഴുവനും നിന്റെ അധീനതയിലുള്ളതാണ്. നീയാണ് ഈ ഭൂമിയുടെ അധിപൻ. കർത്താവേ, നിന്റെ ആധിപത്യത്തിൽ ഞങ്ങളെയും നീ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കാൻ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും വസിക്കാൻ ആവശ്യമായ സംരക്ഷണവും പരിചരണവും കരുതലും സ്നേഹവും സമൃദ്ധിയും എല്ലാം ഇന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപ തരണമേ. എന്നാൽ കൃപ തരുന്നവൻ നീയാണ്. ഭൂമിയെ അവകാശമായി നൽകുന്നവൻ നീയാണ്. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് കാരണം നീയാണ്. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സുരക്ഷിതത്വവും സംരക്ഷണവും അഭിവൃദ്ധിയും നൽകുന്നവൻ ദൈവമേ അങ്ങ് മാത്രമാണ്. അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുള്ള സകല അപകടങ്ങളിൽ നിന്നും, ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും നിന്റെ ശക്തമായ കരം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവേ, കഴുകന്റെ ചിറകിൻ കീഴിൽ എന്ന പോലെ നിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സംവഹിച്ച് ഞങ്ങളെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ, ചെയ്തു തീർക്കേണ്ടതായ കടമകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, കൂടെ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. ദൈവമേ, ആരൊക്കെ എന്തൊക്കെ ഞങ്ങൾക്കെതിരെ പറഞ്ഞാലും, ഞങ്ങളുടെ സൽകീർത്തിക്ക് കളങ്കം വരുത്തിയാലും, ഞങ്ങൾക്ക് ജീവൻ നൽകിയ കർത്താവിലേക്ക് ഞങ്ങൾ നോക്കും. അവിടുന്നാണ് ഞങ്ങളുടെ മാനത്തെ സംരക്ഷിക്കുന്നത്. അവിടുന്നാണ് ഞങ്ങളുടെ സൽകീർത്തിയെ സംരക്ഷിക്കുന്നവൻ. കർത്താവെ, മനുഷ്യർ നല്ലതെന്ന് പറഞ്ഞാലും മനുഷ്യർ ചീത്തയെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് നന്മ കൊണ്ടുവരുമോ എന്ന് സംശയിക്കുന്നു. എന്നാൽ നിന്റെ മുൻപിൽ നല്ലവൻ
അതാണ് ഏറ്റവും ഉചിതം. നിന്റെ മുൻപിൽ പരിശുദ്ധനും ദൈവത്തിൻ്റെ മക്കളായി കാണപ്പെടുന്നത് അതാണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യം. അതിനാൽ ആരും നമ്മെ കുറ്റപ്പെടുത്തിയാൽ നമ്മുടെ ജീവനെ അപകടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മെ കുറ്റപ്പെടുത്തത്തില്ല. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ആർക്കും നമ്മെ തൊടാനായി ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവൻ അവിടുന്ന് സംരക്ഷിച്ചിരിക്കും. അതിനാൽ ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, നമ്മെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളിൽ നിന്ന്, നമ്മെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് കർത്താവ് നമ്മെ സംരക്ഷിക്കും. കർത്താവേ, ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് കൂടുതൽ ശക്തി പ്രാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും സുബോധം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരുടെയും അഭിവൃദ്ധി കണ്ട് അസൂയപ്പെടുകയോ ആരുടെയും നിഷേധാത്മകമായ വാക്കുകൾ കേട്ട് തളർന്നു വീഴുകയോ ചെയ്യാതിരിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാം നൽകുന്ന ദൈവം അങ്ങാണ്. അതിനാൽ നിന്നിൽ നിന്ന് കൂടുതൽ കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വൻ വിജയം നൽകി കർത്താവേ, നിന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ച് ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും പ്രത്യേകമായ അവിടുത്തെ സംരക്ഷണത്താലും പരിപാലനയാലും കാത്തു സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടെ നിന്ന് സാധിച്ചു തരട്ടെ. കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകി അവിടുന്ന് എല്ലാ മേഖലകളിലും നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.